നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടാണ്. സാർ, നമുക്ക് ഈ ആഭിചാരക്രിയ അല്ലെങ്കിൽ കൂടോത്രം നമുക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സാധാരണ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുമ്പോഴോ ഒക്കെ അവർ കവടിയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അതറിയാൻ പറ്റും. വേഴം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്കതറിയാൻ പറ്റും. അല്ലാതെ നോർമലി നമുക്കെങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയാണ്. സാധാരണ കൂടോത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഓറാ ലെവലിൽ വിള്ളലേൽപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ബന്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കൂടോത്രം ചെയ്യാൻ വലിയ സാമ്പത്തിക സ്ഥിതിയുടെ ഒന്നും ആവശ്യമില്ല. ഈസിയായിട്ട് കൂടോത്രം ചെയ്യാൻ പറ്റും. പക്ഷേ ആ ചെയ്ത കെട്ടിനെ അഴിക്കുവാനാണ് വളരെ ബുദ്ധിമുട്ട്. ചില നല്ല രീതിയിൽ കയറി വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു അധപ്പതനം സംഭവിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കൂടോത്രത്തിൻ്റെ അല്ലെങ്കിൽ ആഭിചാരക്രിയയുടെ ഭാഗമായിരിക്കും. ഇതിനൊക്കെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളുടെ പ്രവൃത്തിയിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്കുണ്ടാവും. അതും ചിലപ്പോൾ ഇതേപോലെ നമ്മൾ ബാധിക്കും. അതൊന്നും ഒരിക്കലും കൂടോത്രമല്ല. അതിനെയൊക്കെ റിക്കവർ ചെയ്തെടുക്കുവാൻ ജപത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് പല ആൾക്കാരും നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുള്ളതുപോലെ വീണ്ടും നമ്മൾ നിത്യജ്യോതിഷത്തിലോട്ട് കടക്കുകയാണ്. ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, സാർ ഇപ്പോൾ നിത്യജ്യോതിഷം കാരണം ഈ ഫെബ്രുവരി 16 മുതൽ ആരംഭിച്ചിട്ടുള്ള ലൂണാർ കലണ്ടർ അനുസരിച്ച് നമ്മൾ ആ ചേഞ്ച് പല വീടുകളിലും ചെന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നിത്യജ്യോതിഷം ഇടാൻ ഞാൻ ശ്രമിക്കാം. ഇടയ്ക്ക് 1-2 ദിവസം തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരക്കായതുകൊണ്ടാണ്. അതിന് സദയം ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ നാളെ 2026 ഏപ്രിൽ മാസം 10-ാം തീയതി, കൊല്ലവർഷം 1201 ആണ്ട്, മീനം 27 വെള്ളിയാഴ്ച നാളത്തെ സൂര്യ ഉദയം രാവിലെ 6:18 സൂര്യോദയം. വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. രാഹുലം വരുന്നത് 10:51 12:28 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:25 12:47 മധ്യയാണ്. യമകണ്ഠ സമയം വരുന്നത് 6:18 7:49 മധ്യയാണ്. ഗുളികനുദയം 7:49 9:20 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പൂരാടം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ വീടൊക്കെ വയ്ക്കുമ്പോൾ അതിനകത്തുള്ള കിണർ കുഴിക്കുവാനും കൃഷി ആവശ്യങ്ങൾക്ക് കുളം നിർമ്മിക്കുവാനും തടാകങ്ങൾ നിർമ്മിക്കുവാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം. നൃത്തത്തിനും ഇതെല്ലാ ശാസ്ത്രങ്ങൾക്കെല്ലാം പൊതുവെ എല്ലാത്തിനും കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ദുർഗാദേവി ക്ഷേത്രമോ അല്ലെങ്കിൽ ഭദ്രകാളി ദേവി ക്ഷേത്രമൊക്കെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസപഞ്ചദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട്. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ഉള്ളത് പിണ്ടനൂർ ദോഷമാണ്. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും. നമുക്ക് അടുത്ത ദിവസത്തെ കൊണ്ട് നോക്കാം. 2026 ഏപ്രിൽ 11 തീയതി, കൊല്ലവർഷം 1201 ആണ്ട്, മീനം 28 ശനിയാഴ്ച. ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:18 സൂര്യോദയം. വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. രാഹുലം 9:20 10:51 മധ്യയാണ്. മുഹൂർത്തം അഭിജിത്ത് മുഹൂർത്തം 11:58 12:21 മധ്യയാണ്. മുഹൂർത്തം 12:25 12:47 മധ്യയാണ്. ഗുളികനുദയം 6:18 7:49 മധ്യയാണ്. യമകണ്ഠ സമയം 1:53 3:24 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. ഈ പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഈ മുട്ടയടിക്കുക, മുണ്ടനം ചെയ്യുക, അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾക്കും ഗൃഹപ്രവേശത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ്. അതേപോലെ തന്നെ ഈ ശനിയാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നത് ഒരു കുഴപ്പമില്ല. എല്ലാ ശുഭകർമ്മങ്ങളും ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു ദിവസം കൂടിയാണ്. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസപഞ്ചദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവ അകന്നാൾ ദോഷമുണ്ട്. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണ് ഉള്ളത്. നമുക്ക് ഒരു ദിവസം കൂടെ നോക്കാം. കാരണം ശനിയാഴ്ച എനിക്കിവിടെ സൂര്യദേവമ്മയുടെ കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജയും വിഷ്ണുമായ സ്വാമിക്ക് കലശമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് അടുത്ത ഒരു ദിവസത്തെ കൂടെ നമുക്ക് നോക്കിയതിനു ശേഷം നമുക്ക് പഴയ വിഷയത്തിലോട്ട് കിടക്കാം. 2026 ഏപ്രിൽ മാസം 12 തീയതി, കൊല്ലവർഷം 1201 ആണ്ട്, മീനം 29 തീയതി ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:17 സൂര്യോദയം. വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. രാഹുലം
4:54 6:25 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:58 12:20 മധ്യയാണ്. മുഹൂർത്തം 12:24 12:46 മധ്യയാണ്. യമകണ്ഠ സമയം 12:21 1:52 മധ്യയാണ്. ഗുളികനുദയം 3:23 4:54 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നോക്കാം. തിരുവോണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. പ്രതിഷ്ഠയ്ക്കും ഗ്രഹ നിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തി കർമ്മങ്ങൾക്കും എല്ലാം നല്ലൊരു ദിവസം കൂടിയാണ്. അന്ന് സ്വർണം, അതേപോലെ ചെമ്പ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടോദോഷം, അസൂര്യദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. എന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട്. അപ്പോൾ ഈ 3 ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക. പ്രത്യേകിച്ച് ഞാൻ മെയിൻ വാസ്തുവാണ് നോക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് ജ്യോതിഷം, നിത്യജ്യോതിഷം ഇടാറുണ്ട്. പല ആൾക്കാരും അത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് അത് ഇടാൻ കഴിയില്ല. അതിന് സദയം ക്ഷമിക്കാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കൂടോത്രം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ആ ടിപ്സിലോട്ട് കിടക്കുകയാണ്. കൂടോത്രം ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനെ കൂടോത്രം എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും പ്രകൃതി തന്നെ നമുക്കത് തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണം തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് കാക്ക വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നിരന്തരം ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളൊന്ന് കൊത്തുക, അല്ലെങ്കിൽ കാക്ക വന്ന് വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ കരച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു ദിവസമല്ല, ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കണക്കാക്കിക്കോളൂ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ഈ പറയുന്ന ഈ കൂടോത്രം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആഭിചാരക്രിയ ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തോ ഒക്കെ കാക്ക ചത്തു കിടക്കുന്ന കണ്ടാൽ, കാക്ക മരിച്ചു കിടക്കുന്ന കണ്ടാലും ഇതേപോലെ കൂടോത്രമോ ആഭിചാരമോ നമുക്ക് ഏറ്റിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഗൗളി, പല്ലി നമ്മുടെ വീട്ടിൽ ചത്തിറക്കുന്ന എല്ലായിടത്തും ചെന്ന് കിടക്കുന്നില്ല, നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ പൂജാപാത്രത്തിലോ ഒക്കെ ഗൗളി ചത്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ സങ്കല്പിച്ചോളൂ നമ്മുടെ ആ വീട്ടിൽ ആഭിചാരക്രിയ ഏറ്റിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നിങ്ങൾ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണെങ്കിൽ പെട്ടെന്ന് ഒരു അലസതയും മടിയും കൊണ്ട് ഇന്ന് കത്തിക്കണം നാളെ കത്തിക്കാം, ഇങ്ങനെയുള്ളൊരു അലസത, അതായത് നമ്മുടെ മൈൻഡിനെ ഒരു കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിലും അതും നമ്മൾ കൂടോത്രം നമുക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ള ലക്ഷണമാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന എന്തെങ്കിലും വൃക്ഷങ്ങൾ കരിഞ്ഞു പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ലക്ഷണങ്ങൾ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാൻ പറ്റും. ചില പക്ഷികൾ വന്ന് വീട്ടിൽ നിന്ന് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ പ്രകൃതിദത്തമായിട്ട് നമുക്ക് നമ്മളെ കൂടോത്രം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ അർദ്ധരാത്രിയുടെ ഒന്ന് കാക്ക കരയുന്ന ശബ്ദം കേൾക്കുക, ഒരു ദിവസമല്ല, മിനിമം ഒരു 3 ദിവസം കേൾക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കൂടോത്രം ബാധിച്ചിട്ടുണ്ട്. കൂടോത്രം ബാധിക്കുമ്പോൾ ഏറ്റവും 1-2 ക്രിയകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, കാരണം ഒന്നുകിൽ ആരെങ്കിലും നല്ല അറിയാവുന്ന ഒരു തിരുമേനി ചെന്ന് കണ്ടതിന് ശേഷം അതിനുള്ള പരിഹാരം ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പരിഹാരമാണ് നമുക്ക് ഈ വെളുത്തുള്ളി ഉപയോഗിച്ചുകൊണ്ട്. വെളുത്തുള്ളി എടുത്ത് നമ്മുടെ എരിക്കിൻ്റെ ഇലയ്ക്കകത്ത് വെളുത്തുള്ളി ഒരു 3 അല്ലിയോ വെളുത്തുള്ളി എടുത്ത് എരിക്കിൻ്റെ ഇലയിൽ പൊതിയുക. എരിക്കറിയാലോ, എരിക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞതിന് ശേഷം വീട്ടിലുള്ള എല്ലാവർക്കും 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിലും 3 പ്രാവശ്യം ക്ലോക്ക് വൈസിലും ഒഴിഞ്ഞ് വീട്ടിലെ തെക്ക് ഭാഗത്ത് കുറച്ച് തീ ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് കത്തിച്ചളഞ്ഞാലും നമ്മുടെ കൂടോത്രം കുറേ നമ്മുടെ വിട്ടുപോകും. അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് രക്തപുഷ്പാർച്ചന നടത്തുക. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാവിലെ വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു 101 തെറ്റിപ്പൂ എടുക്കുക. ആ തെറ്റിപ്പൂവിന് ഉള്ളിലുള്ള നാരങ്ങെടുക്കുക. എടുത്തതിന് ശേഷം നാരില്ലാത്ത 101 തെറ്റിപ്പൂ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മുടെ ഗുരുതി ഉണ്ടാകും. ഗുരുതി എന്ന് പറയുമ്പോൾ അല്പം മഞ്ഞളും ചുണ്ണാമ്പും മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഇളനീരൊഴിക്കുകയാണ് നമുക്ക് നിവേദ്യം കൊടുക്കുന്ന ഗുരുതി. പക്ഷേ ഈ ഗുരുതി ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ തേൻ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. തേൻ ഒഴിച്ചുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഓരോ തെറ്റിപ്പോടെ നമ്മൾ ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കാം. ഓരോ തെറ്റിപ്പൂ എടുത്തിട്ട് ഈ ഗുരുതിയിൽ മുക്കിയതിന് ശേഷം നമ്മുടെ തലയിൽ 3 പ്രാവശ്യം ഒഴിയുക. എന്നിട്ടൊരു ഇലയ്ക്കകത്ത് വയ്ക്കുക. ഓരോ തെറ്റിപ്പൂ എടുത്ത് 3 പ്രാവശ്യം തലയ്ക്ക് ഒഴിയുക, ഇലയിൽ വയ്ക്കുക. അങ്ങനെ 108 പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് ഈ തെറ്റിപ്പൂ ചുറ്റി മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു 3 ദിവസം, മിനിമം ഒരു 3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ബാധിച്ചിട്ടുള്ള ഏത് ആഭിചാര ക്ഷുദ്ര പ്രയോഗങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറും. ഉറപ്പായിട്ടത് വിട്ടുമാറും. അപ്പം ഇതിൽ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രക്തപുഷ്പാർച്ചന നടത്തുക, അല്ലെങ്കിൽ എരിക്കലയിൽ ഒരു 3 അല്ലി വെളുത്തുള്ളി വെച്ചതിന് ശേഷം നമ്മളെ ഒഴിഞ്ഞ് കത്തിച്ചളയുക, അല്ലെങ്കിൽ തെറ്റിപ്പൂ ഒഴിഞ്ഞ് നമ്മളിട്ട് കഴിഞ്ഞാൽ നമ്മളെ ബാധിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കൂടോത്രവും കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതിലെന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ.
നമുക്ക് അതിനകത്ത് മറ്റൊരു കാര്യം പറയണമെന്ന്, സൂര്യദേവമുടെ കുബേരാശ്രമത്തിൽ മെയ് 8 കുബേര ജയന്തിയാണ്. അന്ന് കുബേര ഹോമവും കുബേര പുഷ്പാഭിഷേകവും കുബേര പൂജയും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാൻ പറ്റിയത് ഏറ്റവും നല്ലതാണ്. അല്ല, വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് പ്രസാദം അയച്ചു തന്നാൽ മതിയെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഇവിടെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇതിൽ കൊടുത്തെങ്കിൽ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അതേപോലെ തന്നെ മെയ് 8, 9, 10 ദിവസങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. 9-ാം തീയതി കുബേരപൂജയുണ്ട്. 10-ാം തീയതി വിഷ്ണുമായ സ്വാമിയുടെ പ്രതിഷ്ഠാ വാർഷികമായിട്ടാണ് ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതി അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.